ഡുറൻഡ് കപ്പ് ആരംഭിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഈസ്റ്റ് ബംഗാൾ FC ആകട്ടെ അവരുടെ തനി നിറം പുറത്തിറക്കിയെന്ന് തന്നെ പറയാം. 1-3 ഗോളുകൾക്കാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടീമിനെ അവർ പരാജയപ്പെടുത്തിയത്. ഈ ഒരു സ്റ്റാറ്റ് തന്നെ ധാരാളം എത്രത്തോളം എഫേർട്ടാണ് അല്ലെങ്കിൽ കളിയാണ് ഈസ്റ്റ് ബംഗാൾ FC ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചതെന്ന്. അതുമാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായ ഡിമിട്രിയോസ് ഡയമണ്ടക്കോസ് ആകട്ടെ ഈ ഒരു മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഒരു ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരത്തെ വാങ്ങിയാലുള്ള മെയിൻ ഒരു ഗുണം. പുതിയ ലീഗായ സൂപ്പർ ലീഗ് കേരളയിലേക്ക് ഇഷ്ടം പോലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് പ്ലേയേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അനസ് എടത്തൊടിക മലപ്പുറം ടീമിലേക്കാണ് പോയിട്ടുള്ളത്. ഇതിന് പിന്നാലെ CK വിനീതും അതുപോലെ തന്നെ വിക്ടർ മോങ്കിൽ തുടങ്ങിയ താരങ്ങളും അതിലേക്ക് പോകുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. സോ കൂടുതൽ റൂമേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് റിലേറ്റഡ് ആയി. ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത താരമായ മിലോസ് ഡ്രിൻസിച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ വർഷം ഞാൻ സസ്പെൻഡായ മാച്ച് ഒഴികെ ബാക്കി എല്ലാ മത്സരങ്ങളിലും ഞാൻ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ടീമിനെയും മറ്റുള്ള ടീമിനെയും എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, വരാനിരിക്കുന്ന വർഷങ്ങളിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ ടീമിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനു പുറമെ പ്ലെയർ എന്ന രീതിയിലും ഫാൻസും എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്നത് ട്രോഫീസ് ആണ്. അത് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. FC ഗോവയുടെ പുതിയ സൈനിങ് ആയ ദേജൻ റാസിച്ച് എന്ന 28 വയസ്സുകാരൻ ലെഫ്റ്റ് വിങ്ങറായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും ഒരേപോലെ കളിക്കാൻ പറ്റുന്ന താരം. ഓൾമോസ്റ്റ് മാർക്കറ്റ് വാല്യൂ ഏകദേശം 4 കോടി രൂപക്ക് അടുത്ത് വരും. ഈ ഒരു താരത്തെ പറ്റി ഇപ്പോൾ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ മാർക്കസ് മർഗോയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞൊരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ നോക്കിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് എന്തോ ചില റീസൺസ് കാരണം ബ്ലാസ്റ്റേഴ്സിന് ഓൾറെഡി പല മറ്റു ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് മാത്രമാകാം ഈ ഒരു താരത്തെ അന്ന് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാത്തത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ.